അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കാൻ പോകുന്നത് 9ലെ ഫിഖ്ഹ് വിഷയത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, പാദവാർഷിക പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒരു മോഡൽ പേപ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 9ലെ ഓരോ ക്ലാസ്സിൻ്റെ പുസ്തകത്തിൻ്റെ ഗൈഡും ലഭിക്കണമെങ്കിൽ പ്ലേ സ്റ്റോർ പോയിട്ട് മദ്രസ മലയാളം നടിച്ചു കൊടുത്താൽ നമ്മുടെ ആപ്പ് ലഭിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതായത് പാഠഭാഗത്തു നിന്നും തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ബാങ്കും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാഠഭാഗം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനമാണ് നുവഫിഖു, നമുക്ക് യോജിപ്പിക്കാം. വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാര്യങ്ങളുമായിട്ട് ഇടതുഭാഗത്ത് കാണുന്നത് യോജിപ്പിച്ചു കൊടുക്കണം. ബൈഉ ഗൈറിൽ മുക്കല്ലഫ്, വിവേക പ്രായമാകാത്ത ആളുടെ കച്ചവടം, അത് ശരിയാവോ ഇല്ലയോ? അതെന്ത് ചെയ്യില്ല, ശരിയാവൂല. പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കണം. 2 അൽ ഇബ്റത്തു ഫിൽ ഉഖൂദി, കരാറുകളിൽ പരിഗണനയുള്ളത് അതേതാണ്? ബിമ ഫി നഫ്സിൽ അംരി, യഥാർത്ഥ അവസ്ഥക്കാണ്. ഇനി 3 നഖ്ദുൻ വമത്ഊമുൻ, നാണയവും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും. ഇവ രണ്ടും ഏതാണ്? അരിബവിയു എന്നിവിടെ കാണാം. പലിശ ബാധകമാകുന്ന വസ്തുക്കളാണ്. ഇനി പറഞ്ഞു കൊടുത്ത് മാറിപ്പോയി, ഇങ്ങോട്ടാണ് കേട്ടോ. 4 സിയാദത്തു അഹദിൽ ഇവളൈനി, രണ്ടിൽ ഒരാൾ എന്ത് ചെയ്യുക? രണ്ടിൽ ഒരാളല്ല, രണ്ടിൽ ഒന്നിനെ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. പകരമായി നൽകുന്ന 2 വസ്തുക്കളിൽ ഒന്നിനെന്ത് ചെയ്യുക? വർധനമുണ്ടാക്കുക. ഒന്നിനെ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അത് യോജിച്ചത് റിബൽ ഫളൽ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം ഇതാണ്, നുമയ്യിസു എന്നാണ്, വേർതിരിക്കാൻ. മുകളിൽ കുറേ ഷർത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതിൻ്റെയൊക്കെ ഷർത്തുകളാണെന്ന് എടുത്തെഴുതണം. ഓരോന്നും നോക്കി മനസ്സിലാക്കിയ ശേഷം താഴത്തേക്ക് എടുത്തെഴുതും. ഇത് ഫസ്റ്റ് ഇതിൽ അറിയുന്നത് ഏതൊക്കെയാണോ അത് ഫസ്റ്റ് എടുത്തെഴുതണം കേട്ടോ. അങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് നമുക്ക് ബാക്കി വേർതിരിച്ചാൻ കഴിയും. ഒന്നാമത്തത് ഷുറൂത്തു മഅഖൂദി അലൈഹി, ഷുറൂത്തു മഅഖൂദി അലൈഹി, കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ നിബന്ധനകൾ. അതിലൊന്നാമത്തതാണെന്ത്? തുഹ്റുഹു, അത് ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നജിസ് വിത്കാൽ അത് ശരിയാവൂല, കാരണം ശുദ്ധിയില്ല. അതുപോലെ റുഇയത്തുഹു, കാണാൻ കഴിയുന്നതായിരിക്കണം. അപ്പോൾ ഒരു കണ്ണുപൊട്ടൻ്റെ കച്ചവടം എന്ത് ചെയ്യില്ല, ശരിയാവൂല. 2 അർക്കാനു സലമി, സലം കച്ചവടത്തിൻ്റെ തൂണുകൾ, ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. 1 മുസ്ലിമുൻ, മുസ്ലിം ആയിരിക്കുക എന്നതും. അതുപോലെ തന്നെ രണ്ടാമത്തത് റഅ്സുൽ മാൽ, മൂലധനം. ഇത് 2 അർക്കാനു സലം. ഇനി 3 മാ യുഷ്തറത്തു ഫിൽ ബൈഇ റിബവിയ്യി ബിജിൻസിഹി, പലിശ വസ്തുക്കൾ ഒരേ ഇനത്തിൽപ്പെട്ടവയാണെങ്കിൽ വിൽക്കുന്നതെങ്കിൽ അതിൽ പാലിക്കേണ്ട നിബന്ധനകൾ. അതൊന്ന് എന്താണ്? 1 മുമാസലത്തുൻ, എന്തായിരിക്കണം? അതെ, തുല്യ അളവായിരിക്കണം. പിന്നെ അൽ ഹുലൂലു, ഉടനെ കൈമാറണം. ഇത് രണ്ടുമാണ് കേട്ടോ, അൽ ഹുലൂലു അൽ മുമാസലത്തു. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ ഇസ്നൈൻ, 2 വീതം ഉദാഹരണം എഴുതണം. 1 ഷുറൂത്തുൽ ആഖദി, ഇടപാട് നടത്തുന്നവൻ്റെ ഷർത്തുകൾ. അതായത് ബായി വൽ മുസ്തരി,
അതിൽ ബായി വിൽക്കുന്നവനും അതുപോലെ വാങ്ങുന്നവനും. ഒന്നെന്താണ് തക്ലീഫുൻ, പ്രായപൂർത്തിയും ബുദ്ധി ഉണ്ടായിരിക്കും എന്നുള്ളതും. മറ്റൊന്ന് ഇഖ്തിയാറുൻ, ഇഷ്ടാനുസരണമായിരിക്കണം. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. 2 ഷുറൂത്തുൽ ഇജാബി ഉൽ ഖബൂലി, ഈജാബിൻ്റെയും ഖബൂലിൻ്റെയും ഷർത്തുകൾ. 1 അദമു തഅലീഖിൻ, മറ്റൊന്നിനോട് ബന്ധിപ്പിക്കാതിരിക്കുക. 2 അദമു തഅഖീത്തിൻ, കാലപരിധി നിശ്ചയിക്കാതിരിക്കുക. ഇങ്ങനെ 2 ഷർത്തുകളുണ്ട്. 3 ഷുറൂത്തുൽ സലമി, സലമ് കച്ചവടത്തിൻ്റെ നിബന്ധനകൾ. അതിലൊന്നെന്താണ് ഖബ്ലു സമനി ഖബ്ല തഫറുഖി, അതായത് ഇടപാട് സ്ഥലത്ത് നിന്ന് പിരിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, വില വാങ്ങുക. മറ്റൊന്ന് കൗനു മുസ്ലിമിൻ ഫീഹി ദൈനൻ, കച്ചവട വസ്തു എന്ത് ചെയ്യണം, ബാധിതയായി നിശ്ചയിക്കപ്പെട്ടതായിരിക്കണം. ഇനി നുബയ്യനു എന്നുള്ളതാണ്, വ്യക്തമാക്കാനും. അൽ ബൈഉ, കച്ചവടം. എന്താണ് കച്ചവടം? ഹുവ മുഖാബലത്തു മാലിൻ ബിമാലിൻ അലാ വജിഹി മഖ്സൂസിൻ, പ്രത്യേക രീതിയിൽ ഒരു ധനത്തിന് പകരം മറ്റൊരു ധനം കൈമാറുന്നതിനാണ് കച്ചവടം എന്ന് പറയുന്നത്. ചോദ്യം 2 അസ്സലമു. ഈ 2 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ അധിക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. സലം എന്താണെന്നും ചോദിക്കാറുണ്ട്. അസ്സലമു, എന്താണ് സലമ് കച്ചവടം? ഹുവ ബൈഉ ഷൈഇൻ മൗസൂഫിൻ ഫിദ്ദിമ്മ, ഒരു വസ്തുവിൻ്റെ ഗുണവിശേഷണങ്ങൾ കൃത്യമായി വിവരിച്ച് അത് പിന്നീട് നൽകാമെന്ന നിബന്ധനയിൽ നടത്തുന്ന കച്ചവടമാണ് എന്ത്, സലമ് കച്ചവടം. 3 റിബൽ യദ്, എന്താണ് റിബൽ യദ്? അത് വഹുവ മുഫാറഖത്തു അഹദിൽ ആഖിദൈൻ ഖബല തഖാബുൽ, ഇടപാടുകാർ 2 പേരും കച്ചവട വസ്തുക്കൾ പരസ്പരം കൈമാറ്റുന്നതിന് മുമ്പായിട്ട് ആ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോവുക എന്നതാണ് റിബൽ യദ്. ഇനി അടുത്തത് 4 റിബൽ ഖറള്. എന്താണ് റിബൽ ഖറള്? വഹുവ ഷർതു നഫ്ഇൻ ലിൽ മുഖരിളി ഫിൽ അഖ്ദി ഗൈരി നഹ്വി റഹ്നിൻ, പണയം പോലെയുള്ള കാര്യങ്ങളല്ലാതെ കടം നൽകുന്നയാൾക്ക് എന്തെങ്കിലും പ്രത്യേക ലാഭമുണ്ടാകണമെന്ന ഇടപാട് നിബന്ധന വെക്കുന്നതിനാണ് റിബൽ ഈ ഖറള് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനമാണ് നുജീബു, നമുക്ക് ഉത്തരം പറയാം. 1 സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ കസ്ബി അത്യബു ഫമാദാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടില്ലേ അയ്യുൽ കസ്ബി അത്യബു, ഏതുതരം സമ്പാദ്യമാണ് ഏറ്റവും ഉത്തമമായതെന്ന്. നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ഫഖാല അമലു റജുലിൻ ബിയദിഹി വക്കുല്ലു ബൈഇൻ മബ്റൂരിൻ എന്നായിരുന്നു നബി തങ്ങൾ പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞത് ഒരാൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നതും വഞ്ചനയില്ലാത്തതുമായ എല്ലാ നല്ല കച്ചവടവുമാണ്. 2 അൽ മുആത്താത്തു മാഹിയ, മുആത്താത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാണ് മുആത്താത്ത് എന്ന് പറയാം? വഹുവ അൽ അഖ്ദു വൽ ഇഅ്താഉ ബിലാ ഈജാബിൻ ഖബൂലിൻ, ഈജാബും ഖബൂലും ഇല്ലാതെ സാധനവും വിലയും പരസ്പരം കൈമാറുന്ന ഈ രീതിക്കാണ് മുആത്താത്ത് എന്ന് പറയാം. അടുത്ത പ്രവർത്തനം നുബയ്യുനുൽ ഇലല, കാരണം വ്യക്തമാക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം? 1 ലാ യസിഹു ബൈഉ സമകിൻ ബിർക്കത്തിൻ ഷുക്ക തഹ്സീലുഹു, പിടിക്കൽ പ്രയാസമായ ബുദ്ധിമുട്ടായ കുളത്തിലെ മീനിനെ വിൽക്കുന്നത് ശരിയാവില്ല. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല, അത് ഏൽപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. ലിഅജ്സി തസ്ലീമിഹി ഫിൽ ഹാലി. 2 ലാ യസിഹു ബൈഉ ഫുളൂലി, ഫുളൂലിയിലൂടെ കച്ചവടം ശരിയാവുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം പറയണം. ലിഅദമി മിൽക്കിഹി അലൈഹി, അയാൾക്ക് ആ വസ്തുവിൻ്റെ മേൽ ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല അല്ലേ, അതുകൊണ്ടാണ്. ഉടമസ്ഥാവകാശം ഇല്ലാത്തത് കൊണ്ടാണത് ശരിയാവാത്തത്.
ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിൽ നമുക്ക് പൂരിപ്പിക്കാം. ഒന്ന്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ ഡാഷ് വകാതിബഹു ഡാഷ് വഖാല ഡാഷ് സവാഉൻ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വമൂക്കിലഹു വകാതിബഹു വഷാഹിദൈനി വഖാല ഹും സവാഉൻ. 2, മനിസ്തസ്ലഫ ഫി ഷൈഇൻ ഫൽയുസ്ലിഫു ഫി ഡാഷ് മഗ്ലൂമിൻ വ ഡാഷ് മഗ്ലൂമിൻ ഇല ഡാഷ് മഗ്ലൂമിൻ. മനിസ്തസ്ലഫ ഫി ഷൈഇൻ ഫൽയുസ്ലിഫ് ഫി കൈലിൻ മഅലൂമിൻ വ വസ്നിൻ മഅലൂമിൻ ഇല അജലിൻ മഅലൂം. അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചാണ് കേട്ടോ. ഇനി അവസാന പ്രവർത്തനമാണ് നക്തുബ്. നമുക്ക് അർത്ഥം എഴുതാം. 1, ഗറാറുൻ. ഗറാറുൻ എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം അല്ലെങ്കിൽ കബളിപ്പിക്കൽ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. 2, വസ്നുൻ തൂക്കം എന്നാണ് അർത്ഥം. 3, വരിഖുൻ വെള്ളി നാണയം. 4, ഷഈറുൻ ബാർലി. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.